അപ്പോൾ ചെമ്പ്രോട്ടം അമ്പലത്തിലത്തെ അയ്യപ്പ വിളക്കിനോട് അനുബന്ധിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ വായ കൊണ്ട് നമ്മളെ അമ്പലം പള്ളിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ തെക്കുമുറിയുള്ള ടീമുകളാണ്. അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ കാര്യങ്ങൾ. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? തിരൂര് തെക്കുമുറി. തെക്കുമുറി ഇത് കുറേ തുടങ്ങിയിട്ട് ഞങ്ങളൊരു 20 വർഷത്തോളമായി ഈ സംരംഭമായിട്ട് നടക്കുന്നത്. ഇപ്പൊ എവിടെയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പൊ എവിടെയാണ്? തമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള വിളക്ക് പന്തലിലാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യണത്. അപ്പോൾ എത്ര ടീമാണ് നിങ്ങളെ? ഞങ്ങള് 30-35 ആളുകളുണ്ട്. ഗുരുനാഥന്മാരൊക്കെ ഞങ്ങൾ ഗുരുനാഥന്മാരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. പിന്നീട് വീഡിയോയിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഗുരുനാഥന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങളെ ഇപ്പൊ ഈ വിളക്ക് നയിക്കുന്ന ഗുരുനാഥൻ ശ്രീ രവിസ്വാമി CP രവിസ്വാമി തെക്കുമുറി ഗുരുനാഥനാണ്. അതോടൊപ്പം തന്നെ ഞങ്ങള് താന്നൂര് ഗുരുവാച്ചാൻ, അതുപോലെ തന്നെ ജയാൾ ആശാൻ, അങ്ങനെ ഉള്ള ആശാന്മാരെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഞങ്ങൾ എല്ലാവരും ടീം വർക്ക് ആയിട്ടാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 19-20 വർഷത്തോളമായി. 20 വർഷത്തോളമായി. അന്ന് മുതലേ ഒരേ ആൾക്കാർ തന്നെയാണോ? അതേ ഗുരുനാഥന്റെ കീഴിൽ തന്നെയാണ് ഞങ്ങളൊക്കെ. ഗുരുനാഥന്റെ കീഴിൽ നിന്ന് പഠിച്ചവരാണ് മിക്കവാറും ആളുകൾ ഇതിലുള്ളത്. ഇതിപ്പോ എത്ര മണിക്കൂർ കൊണ്ടാണ് ചെയ്ത് തീർക്കൽ നിങ്ങൾ? ഇതിപ്പോ അമ്പലം പണി ഇപ്പൊ തുടങ്ങിയ വാഴ പൊളിക്കൽ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ പരിപാടിക്ക് നിന്നുള്ളത്. ഇനി ഇത് കാൽനാട്ടിൽ കർമ്മം എന്നൊരു പരിപാടി ഉണ്ട്. അമ്പലത്തിന് കാൽനാട്ട് എന്നുള്ള ചടങ്ങ്. അപ്പൊ ആ ചടങ്ങ് കാൽനാട്ടി കഴിഞ്ഞാൽ ഇവിടുത്തെ ഗുരുസ്വാമിമാരൊക്കെ കൂടി വന്നിട്ട് ഞങ്ങൾ ശരണം വിളിച്ചിട്ട് ഭഗവാന്റെ ശ്രീകോവിലിന് കാലുനാട്ടി അവിടുന്ന് അങ്ങോട്ട് പണി തുടങ്ങും. നാളെ പുലർച്ചെ പിന്നെ താഴികക്കുടം വെക്കാന്ന് പറഞ്ഞ ചടങ്ങോട് കൂടിയിട്ട് അമ്പലത്തിന്റെ പണി പൂർണ്ണമായിട്ടും കഴിയും. പിന്നെ ഞങ്ങള് പൂജകളും കാര്യങ്ങളും, പിന്നെ വെളിച്ചപ്പാട് നൃത്തം, ചെണ്ടമേളം, ഉടുക്കുപാട്ട്, കണലാട്ടം, വെട്ടും തടവും, അങ്ങനെ ഉള്ള എല്ലാ സമ്പ്രദായങ്ങളുള്ള കാര്യങ്ങളും ഉണ്ട്. തിരൂർ തെക്കുമുറി പാട്ടുപറമ്പ് ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള. നിങ്ങൾ എവിടെ പോയിട്ട് സാധനങ്ങൾ ചെയ്തു കൊടുക്കൂല? എല്ലായിടത്തും ഞങ്ങൾ പോയി ചെയ്യേണ്ടത്. ഇപ്പൊ ഞങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ കണ്ണൂര് പയ്യന്നൂര് വിളക്കുണ്ട്, കോഴിക്കോട് 2 വിളക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രദേശത്ത് തന്നെ 2-3 സ്ഥലത്ത് വിളക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കാണിപ്പാട്ട്, ചാരമ്പലം കുട്ടികളുള്ള കാണിപ്പാട്ട് പരിപാടികൾ ഈ വൃശ്ചികമാസത്തില്. നമ്പർ ഒന്ന് പറഞ്ഞോളി. എത്ര നമ്പർ വരുന്നത്? വിളക്ക് നയിക്കുന്ന വിളക്കാശാന്റെ CP രവിസ്വാമിയാണ് വിളക്ക് നയിക്കുന്ന ഗുരുസ്വാമി. സ്വാമിയുടെ വീട് തെക്കുമുറി തന്നെയാണ്. സ്വാമിയുടെ വീടാണ് തെക്കുമുറി. അപ്പൊ അതിലേക്ക് നിങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ട് സ്വാമിയുടെ പേരിലും സ്വാമിയുടെ നാട്ടിന്റെ പേരിലും മഹിമ എല്ലാ നാട്ടിലും എത്തിക്കാനുള്ള സംരംഭമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CP രവിസ്വാമി എന്ന ഗുരുസ്വാമിയാണ് ഞങ്ങളുടെ നേതൃത്വം. രവിസ്വാമിയുടെ നമ്പർ പറയുന്നതാണ് 97 46 15 93 24. 97 46 15 93 24. ഓക്കെ. അപ്പൊ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾ അവിടെ എവിടെ പോയിട്ടാണ് സാധനങ്ങളൊക്കെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ട് ഇവിടെ സാധനങ്ങള് ഇത് ആരാണ് സംഘാടകരെ സംഘാടകരുടെ സ്ഥലത്ത് സാധനങ്ങൾ എത്തിച്ചു ഭംഗിയോട് കൂടിയിട്ട് ഞങ്ങൾ പൂർത്തീകരിച്ചു. ഇതാണ് ഗുരുസ്വാമി അല്ലേ? ശ്രീ അയ്യപ്പ വിളക്ക് സംഘത്തിന്റെ CP രവിസ്വാമി തെക്കുമുറി അദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളൊരു ആശാനാണ്, കുറച്ച് പ്രായം കൂടിയ ആശാൻ ഗുരുനോട്ട്. അതുപോലെ തന്നെ ജയേട്ടൻ, അതുപോലെ തന്നെ ഗുരുസ്വാമിന്റെ പേരെന്താ? രവിസ്വാമി. ആശാൻ രവിസ്വാമിയാണ്. ആശാന്റെ ശിക്ഷണത്തിലാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. 20 വർഷമായി. 20 കൊല്ലം ഗുരുസ്വാമിന്റെ അടുത്താണ് നിങ്ങൾ എല്ലാവരും ഓക്കെ. എല്ലാവരും നല്ല ഭംഗിയായി കഴിയട്ടെ. ശരി. സർവേശ്വരൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തുറന്നു തരട്ടെ. ശംഭോ മകനെ നിൻ സന്നിധാനം സുന്ദര കാനന മണ്ഡലവാസം. ശംഭോ മകനെ നിൻ സന്നിധാനം സുന്ദര കാനന മണ്ഡലവാസം. കാണാൻ ഞങ്ങൾ വന്നിടുമ്പോ ശരണം വിളിയുടെ ധ്വനിമേളം. ശംഭോ മകനെ നിൻ സന്നിധാനം
സുന്ദരകാനന മണ്ഡലവാസം. ശരം കുത്തിയിൽ പുതുശരം കണ്ടടിയങ്ങൾ പല കുറി ദേവനു സ്തുതിയേകി. ശരം കുത്തിയിൽ പുതുശരം കണ്ടടിയങ്ങൾ പല കുറി ദേവനു സ്തുതിയേകി. കാണിക്കയായി സ്വയമെരിഞ്ഞടങ്ങാൻ ഭക്തമാനസങ്ങൾ നിത്യവരം തേടി, ഭക്തമാനസങ്ങൾ നിത്യവരം തേടി. ശംഭോ മകനെ നിൻ സന്നിധാനം സുന്ദരകാനന മണ്ഡലവാസം. ശംഭോ മകനെ നിൻ സന്നിധാനം സുന്ദരകാനന മണ്ഡലവാസം. പൊന്നമ്പലമെട്ടിൽ പൊൻവെളിച്ചം ജ്യോതിസുണർത്തി ബോധോദയം. പൊന്നമ്പലമെട്ടിൽ പൊൻവെളിച്ചം ജ്യോതിസുണർത്തി ബോധോദയം. തത്വമസി എന്നോദിയായി അടിയങ്ങൾ തന്നാത്മഗുരുനാഥൻ, അടിയങ്ങൾ തന്നാത്മഗുരുനാഥൻ. ശംഭോ മകനെ നിൻ സന്നിധാനം സുന്ദരകാനന മണ്ഡലവാസം. ശംഭോ മകനെ നിൻ സന്നിധാനം സുന്ദരകാനന മണ്ഡലവാസം. കാണാൻ ഞങ്ങൾ വന്നിടുമ്പോൾ ശരണം വിളിയുടെ ധ്വനി വേണം. ശംഭോ മകനെ നിൻ സന്നിധാനം സുന്ദരകാനന മണ്ഡലവാസം. ശംഭോ മകനെ നിൻ സന്നിധാനം സുന്ദരകാനന മണ്ഡലവാസം.
അല്ലാതെ നിങ്ങൾക്ക് കലയില്ല സംഘടിച്ചോ സ്വാമി ഹരിഹരനെ ഗണപതി ഭഗവാനെ സ്വാമി 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 ഹരിഹരസുതനെ ശ്രീഭൂതനാഥനെ ഗുരുനാഥനെ ആശ്രിതവത്സലനെ സ്വരൂപനെ ഗണപതി ഭഗവാനെ ആളിയപ്രത്തമ ദേവി ലോകമാതാവേ ഗോപിലാണ്ടവനെ നാഥരക്ഷകനെ ആപൽ ഭാണ്ഡവനെ ശ്രീഗുരുവായൂരപ്പനെ പാടാമ്പുഴ അംബികെ നല്ലൂർ അംബികെ
വരാത്ത അയ്യപ്പനെ നോക്കണം ഭഗവാനെ സ്വാമിയേ സ്വാമിയേ ഓം ശ്രീ ഹരിഹരസനാനന്ദയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ അയ്യപ്പന്നപ്പത്തിന് കാല് നാട്ടിട്ട് അയ്യപ്പന്നപ്പത്തിന് കാല് നാട്ടിട്ട് അയ്യപ്പന്നപ്പത്തിന് കാല് നാട്ടിട്ട് സ്വാമിയേ